ഈ ലോക ജീവിതത്തിൽ ഒരു മാതാവിൻ്റെ സ്ഥാനം എന്നുള്ളത് മറ്റ് ഏത് വ്യക്തിയെക്കാളും വ്യത്യസ്തമായതും മറ്റ് ആരാലും മാറ്റി വയ്ക്കുവാൻ പാടില്ലാത്തതുമായ ഒന്നാണ്. എന്നാൽ ആ സ്നേഹം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലാണ് നാം തിരിച്ചറിയുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രസക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന് തൻ്റെ മാതാവുമായുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ആശയധാരകളും ചിന്താഗതികളും ഒക്കെ ഉണ്ടെങ്കിലും തൻ്റെ മാതാവുമായി ദൈവപുത്രനായ യേശുക്രിസ്തു വളരെ നല്ല ബന്ധം തന്നെയാണ് പുലർത്തിയിരുന്നത് എന്നുള്ളതാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് വിശ്വാസം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വേറൊരു രീതിയിൽ നാം വായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കൗമാരക്കാരനായ കർത്താവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട് തിരികെ അന്വേഷിച്ച് ചെല്ലുന്ന മാതാപിതാക്കളോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. മാനുഷികമായി നാം ആ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ കർത്താവ് ഒരു കൗമാരക്കാരനായി തൻ്റെ മാതാവിനോട് തറുതല പറയുന്നതായി നമുക്ക് തോന്നാം. തന്നെ അന്വേഷിച്ച് വന്നവരോട് യാതൊരു അടുപ്പവും കർത്താവ് കാണിക്കുന്നില്ല. എന്നാൽ വേദശാസ്ത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രായത്തിൽ തന്നെ തൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് കർത്താവ് പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊരവസരത്തിൽ കർത്താവിൻ്റെ മാതാപിതാക്കൾ പുറത്തു വന്ന് അന്വേഷിക്കുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ മാതാവും സഹോദരങ്ങളും? അത് കേൾക്കുമ്പോൾ കർത്താവിന് അവരോട് യാതൊരു ബന്ധവുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി കർത്താവ് മറ്റൊരു വേദശാസ്ത്ര പഠിപ്പിക്കലാണ് നൽകുന്നത്. ആ മാതാവിനുള്ള സ്ഥാനം മറ്റെല്ലാ വിശ്വാസികൾക്കും സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളുമെന്ന് കർത്താവ് പറയുകയാണ്. പിന്നീട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മാതാവ് കാനാവിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രതികരണവും വളരെ വിചിത്രമായി നമുക്ക് തോന്നാം. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന്. തൻ്റെ സമയത്ത് താൻ പ്രവർത്തിക്കും എന്നുള്ളതാണ് വേദശാസ്ത്രപരമായ വിശദീകരണമെങ്കിലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രതികരണം വളരെ വിചിത്രമായി നമുക്ക് തോന്നാം. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അമ്മ കടന്നു ചെല്ലുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രതിഷേധാത്മകമായ സമീപനമാണ് കർത്താവ് പുലർത്തുന്നത്. എന്നാൽ അവസാന സന്ദർഭത്തിൽ കർത്താവ് ഒരു നിലപാടെടുക്കുകയാണ്. എപ്പോഴാണ്? കുരിശിൽ കിടക്കുമ്പോൾ. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതിനുശേഷം യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ മാതാവ് എന്ന്. മറ്റു സന്ദർഭങ്ങളിലെല്ലാം കർത്താവ് തൻ്റെ മാതാവിനോടുള്ള ബന്ധത്തിൽ അത് കേവലം മാതാവും മകനും എന്നുള്ള മാനുഷിക ബന്ധത്തിനപ്പുറത്തേക്കുള്ള വേദശാസ്ത്ര തലങ്ങളൊക്കെ കണ്ടെത്തുവാൻ ശ്രമിച്ച കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ അങ്ങോട്ട് മാതാവിനോടുള്ള ബന്ധം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവവുമായിട്ടുള്ള മനുഷ്യബന്ധത്തെക്കുറിച്ചും അതല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചും പറയുന്ന ഒരു ചോദ്യമുണ്ട്.
46-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് ദയ തോന്നാതിരിക്കുമോ? അതിനുശേഷം പറയുകയാണ്, അവർ മറന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും പറയുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും കരുതലുമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഉദാഹരണം ദൈവത്തിനുള്ള സംരക്ഷണയെക്കുറിച്ച് കാണിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കുരിശിലെ കർത്താവിൻ്റെ വാക്കുകൾ നാം വായിക്കുമ്പോൾ അവിടെ 2 വചനങ്ങൾ അടുത്തടുത്താണ് വരുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുന്നതിനോട് ചേർത്താണ് ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന വാക്കുകൾ കർത്താവ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനും തൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയതും അത് പരസ്യമായി പ്രഖ്യാപിച്ചതും താൻ കുരിശിൽ കിടന്നപ്പോൾ, എല്ലാവരാലും അവഗണിക്കപ്പെട്ടപ്പോൾ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടപ്പോൾ, എല്ലാവരാലും കുറ്റം ചുമത്തപ്പെട്ടപ്പോഴാണ്. അവിടെ അവരിൽ നിന്ന് നന്മ അനുഭവിച്ച ആരും തന്നെ കുരിശിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നില്ല. താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് സ്നേഹിച്ച യൗവനക്കാരായ 10 ശിഷ്യന്മാരും ഓടിപ്പോയി. ആരും കുരിശിന് ചുവട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുരിശിന് ചുവട്ടിൽ ഉണ്ടായിരുന്നത് മധ്യവയസ്സിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച ആ അമ്മ മാത്രമാണ്. ആ അമ്മ അവിടെ കരുത്തോടെ നിൽക്കുകയാണ്. എങ്ങനെയാണ് അമ്മ കരുത്തോടെ നിൽക്കുന്നത്? യൗവനക്കാരനായ മകൻ്റെ വേദനയിൽ ആ മകനെ താങ്ങുവാൻ ആരോഗ്യമുള്ളവളായി വാർദ്ധക്യത്തിലായ മാതാവ് നിൽക്കുകയാണ്. ചില കത്തോലിക്ക പള്ളികളുടെയൊക്കെ മുമ്പിൽ അത്തരത്തിലുള്ള ചില പ്രതിമകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുരിശിൽ നിന്ന് ഇറങ്ങിയ കർത്താവിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശക്തയായ മാതാവിൻ്റെ ഒരു ചിത്രം. അതായത് ആ മാതാവിന് ആ യൗവനക്കാരനായ മകനെ താങ്ങുവാനുള്ള കരുത്തുണ്ടായിരുന്നു. ഇതാണ് ഓരോ അമ്മമാരും നമുക്ക് നൽകുന്നത്. മറ്റെല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ, മറ്റാരും നമുക്കില്ല എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ താങ്ങുവാൻ ഒരുപക്ഷെ പുറമേ നിന്ന് നാം നോക്കുമ്പോൾ വാർദ്ധക്യമോ അവശതയോ രോഗമോ അവരെ ബാധിച്ചാലും അവർ തീർച്ചയായും നമ്മെ കരുതുവാൻ, നമ്മെ താങ്ങുവാൻ ശക്തരാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആ ശക്തമായ താങ്ങും തണലുമാണ് പ്രിയപ്പെട്ട മാതാവിൽ നിന്ന് ഇത്രയും നാളുകൾ അനുഭവിക്കുവാൻ മക്കളായ ഞങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അമ്മയുമായി ചേർന്ന് നടന്ന എല്ലാവർക്കും സാധിച്ചത്. ആ ഒരു കരുതൽ, ആ ഒരു താങ്ങ്, അമ്മ ബലഹീനയായിരുന്നുവെങ്കിലും ഭൗതികമായി അല്ലെങ്കിൽ ശരീരപരമായി യൗവനത്തിലോ ആരോഗ്യത്തിലോ ആയിരുന്ന ഞങ്ങളെ താങ്ങുവാൻ ശക്തിയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ താങ്ങും കരുതലും ഭൗതികമായി ഞങ്ങൾക്ക് വളരെ അവിചാരിതമായി നഷ്ടപ്പെടുന്നു എങ്കിലും തുടർന്നും ആ മാതാവിൻ്റെ പ്രാർത്ഥനയും കരുതലും ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ഉയർപ്പിലുള്ള പ്രത്യാശയിൽ മാതാവിന് മാനുഷികമായി ഞങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്ന ശുശ്രൂഷകളും പരിചരണങ്ങളുമൊക്കെ ഞങ്ങളാലാകുന്ന വിധം പൂർത്തീകരിച്ചു എന്നുള്ള ബോധ്യത്തിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണെങ്കിലും പ്രത്യാശയോടെ പ്രിയപ്പെട്ട മാതാവിനെ ഞങ്ങൾ യാത്രയാക്കുന്നു.